നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ രണ്ടാഴ്ചയായിട്ടൊന്നും സിനിമയ്ക്കൊന്നും പോകാറില്ല. ഇപ്പോൾ അടുത്തൊരു പടം ഇന്ന് കണ്ടു. പടം നല്ലൊരു പടമാണ്. ബൈസർ കാലമാടൻ എന്നൊക്കെയാണ്. ബൈസർ കാലമാടൻ അതെന്ന് എനിക്ക് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ വിക്രമിൻ്റെ മകൻ ധ്രുവൻ വിക്രം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ അനുപമ പരമേശ്വരൻ, പശുപതി ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെന്ന് വെച്ചാലും നല്ല രീതിയിൽ ടെക്നിക്കൽ ടീം പോയിട്ടുള്ളത്. പിന്നെ മാരി സെൽവരാജിനെ അറിയാത്ത ആൾക്കാർക്ക് പരിയേരും പെരുമാൾ, കർണൻ, പിന്നെ ഈ സിനിമകളൊക്കെ ഇത് ചെയ്തേക്കണത് ഇയാളാണ്. പരിയേരും പെരുമാളും കർണനൊക്കെ. നെക്സ്റ്റ് എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് അല്പം വയലൻസ് ഉണ്ട് ഈ സിനിമയിൽ. കുറച്ച് വയലൻസ് ഉള്ളത് ഫാമിലി ആയിട്ട് പോകാനൊരു കുഴപ്പമൊന്നുമില്ല വയലൻസ് വന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇതിൻ്റെ എഡിറ്റിങ് എനിക്കൊരു പോരായ്മ തോന്നിയിട്ടുണ്ട്. കാരണം 2 മണിക്കൂർ 48 മിനിറ്റാണ് ഈ പടമുള്ളത്. 2 മണിക്കൂർ 48 മിനിറ്റ്. അപ്പോൾ ഇത്രയും നേരം ഈ പടം ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതില്ല. അത് കട്ട് ചെയ്ത് ആ ശരത് നീരു എന്ന് കണ്ട പേര് ഇത് ഞാൻ ജസ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ. അപ്പോൾ ആ പറയുന്ന പടം ഇത്തിരി കട്ട് ചെയ്തൊന്ന് ഷോർട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ല രസമായിരിക്കും. പിന്നെ നാട്ടുമ്പുറത്തുള്ള ഇടി ഒക്കെ നല്ല ഒറിജിനാലിറ്റി ഉള്ള ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി നാട്ടുമ്പുറത്തിൽ അവരുടെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു ഇടി തന്നെയാണ്. അപ്പോൾ ഈ മാരി സെൽവരാജിൻ്റെ ഫാൻസുകാർ എന്തായാലും തന്നെ ഈ പടം കാണുക. നിങ്ങൾക്ക് എന്തായാലും തന്നെ ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.